ഇത് നമുക്ക് കുറച്ച് മാങ്ങാച്ചാറിടാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. ചെറുതായിട്ട് ഒന്ന് പഴുക്കാൻ തുടങ്ങിയ മാങ്ങയായാലും കുഴപ്പമില്ല. ഒരു കളർ വ്യത്യാസമൊന്ന് ഇവിടെ നല്ല പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ കളർ വ്യത്യാസം വന്ന മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലപോലെ നമുക്ക് കഴുകിയിട്ട് വെള്ളം തോർത്തി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ വലിയ പീസായിട്ടാണ് അരിയണത്. അങ്ങനെ നമുക്കെല്ലാം മാങ്ങി അരിഞ്ഞെടുക്കാം. ഞാൻ അരിയുന്ന ഇതിൽ പഴുത്തത് നല്ല പഴുത്ത് പോയതല്ല, ചെറുതായിട്ട് കളർ വ്യത്യാസം വന്നതാണ് ഞാനിവിടെ അച്ചാറിനെടുത്തത്. പിന്നെ പച്ചമാങ്ങയുണ്ട്. ഞാനിവിടെ 6 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അടുപ്പിലോട്ടൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. കടുക് പൊട്ടുന്ന സമയത്തിന് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതയ്ക്കാം. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, നല്ലപോലെ അങ്ങ് അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിന് നമുക്ക് ചതച്ച വെളുത്തുള്ളി നമുക്ക് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിക്ക് ഒരല്പം കളർ വ്യത്യാസം വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വറ്റൽമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടാം. ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. പിന്നെ കളർ വ്യത്യാസം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചാണ് ചെയ്യാൻ ഇതൊക്കെ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. നമുക്ക് അല്പം തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ 4 സ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. അവരവരുടെ എരിക്ക് കണക്കിന് നമുക്ക് മുളക് പൊടി ഇടാം. ഇത് കുറച്ച് ഉലുവ പൊടിയും കൂടി ഇടാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയെല്ലാം ഒന്ന് മാങ്ങയുടെ എല്ലാ ഭാഗത്തും അതിൻ്റെ അരപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കായപ്പൊടി വിതറാം. കായപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിനി തണുത്ത മാങ്ങ അച്ചാറിനെ നമുക്കൊരു കുപ്പിയിലോട്ടാക്കാം. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ തുടങ്ങാം. നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.